വാർത്തയിലേക്ക്. ദില്ലി മദ്യനയ കേസിലെ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ ദില്ലിയിൽ വൻ പ്രതിഷേധം. ദില്ലി മന്ത്രി അതിഷിയും അറസ്റ്റിൽ. അതിഷിയെ വലിച്ചിഴച്ചാണ് പോലീസ് കൊണ്ടുപോയത്. അരവിന്ദ് കെജ്രിവാളിനെ 2 മണിക്ക് ദില്ലി റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കും. അറസ്റ്റിനെതിരെ നൽകിയ ഹർജി സുപ്രീം കോടതി അല്പസമയത്തിനകം പരിഗണിക്കും. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സിബി സി ജോസഫ് ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. സിബി, വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ദില്ലിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും വനിതകൾ വലിയ തരത്തിലുള്ള പിന്തുണയുമായി ദില്ലിയിലെ തെരുവോരങ്ങളിൽ, റോഡുകളിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. റോഡ് അടക്കം സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടികൾ ആം ആദ്മി പ്രവർത്തകർ ആസൂത്രണം ചെയ്തിരിക്കുന്നു. വലിയ തരത്തിലുള്ള പോലീസിനെ ആണ് കേന്ദ്ര സർക്കാർ വിന്യസിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഈ മന്ത്രിമാരടക്കമുള്ളവരെ വലിച്ചിഴച്ച് പോലീസ് വാഹനത്തിലേക്ക് കയറ്റുന്ന കാഴ്ചയാണ് നമ്മൾ അല്പസമയം മുമ്പ് കണ്ടത്. കൂടുതൽ പ്രവർത്തകർ അവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണോ? കൂടുതൽ മന്ത്രിമാർ ഈ സമരത്തിന്, പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകുന്നുണ്ടോ? സിജു, തീർച്ചയായും കഴിഞ്ഞ 2 മണിക്കൂറിലധികമായി ദില്ലിയിൽ ഈ ITO ജംഗ്ഷനിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ദില്ലിയിൽ ആം ആദ്മി പാർട്ടിയുടെ ആസ്ഥാനത്തിന് സമീപമാണ് ഈ ഒരു വലിയ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ നിരവധി വാഹനങ്ങളിലായി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നു. ആദ്യം ദില്ലിയിലെ 2 മന്ത്രിമാർ അതിഷിയെയും സഞ്ജയ് ഭരദ്വാജിനെയും അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നു. അതിന് പിന്നാലെ പ്രവർത്തകർ വലിയ രീതിയിൽ ഇങ്ങോട്ടേക്ക് സംഘടിച്ചെത്തുകയായിരുന്നു. ഈ പ്രവർത്തകരെല്ലാ നിലയും പോലീസ് വാഹനങ്ങളിൽ നിരവധി ബസ്സുകളിൽ കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഏകദേശം 10-15ലധികം ബസ്സുകളാണ് ഇപ്പോൾ ഈ പ്രവർത്തനം കൊണ്ടുപോകുന്നത്. ആ ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ കഴിയും. അതിലും പുരുഷ പോലീസ് അടക്കം വനിതാ പ്രവർത്തകരെ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നതിനാണ് ഈ ഒരു വലിയ പ്രതിഷേധം അവർ ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഈ BJP സർക്കാരിൻ്റെ ഈ ഒരു നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ITOയിൽ അരങ്ങേറുന്നത്. നിരവധി പേരെ ഇതിനകം തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കി. സ്ത്രീകളടക്കം റോഡിലൂടെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച കാണുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. सारा षड्यंत्र के तहत अरविंद केजरीवाल जी को गिरफ्तार किया है और जनता इस चीज को बर्दाश्त नहीं करेगी। पूरी जनता, पूरी दिल्ली की जनता आज सड़क पर पहुंची हुई है। साथियों, मोदी जी की यह दमनकारी नीति സിജു, സമാനമായ രീതിയിൽ തന്നെ വലിയ പ്രതിഷേധം എല്ലായിടത്തും അരങ്ങേറുന്ന ഒരു കാഴ്ച കടന്നു. ഇപ്പോൾ 2 മണിക്കൂറിലധികമായി ഈ പ്രതിഷേധം തുറന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തകരെ ഇത്തരത്തിൽ മാറ്റും തോറും നമുക്ക് ദൃശ്യത്തിൽ കാണാം. ഈ പ്രവർത്തകരെ മാറ്റും തോറും ഇവരെല്ലാം തന്നെയും വീണ്ടും കൂട്ടമായി എത്തുന്ന ഒരു കാഴ്ച കൂടി കാണാൻ കഴിയുന്നു. പ്രവർത്തകരെ കഴുത്തിന് പിടിച്ചു കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ തരത്തിലുള്ള അതിക്രമമാണ് ദില്ലി പോലീസ് ആം ആദ്മി പ്രവർത്തകരുടെ മേൽ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. മന്ത്രിമാരെ അടക്കം വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ. അങ്ങനെ വലിയ തരത്തിലുള്ള പ്രതിഷേധത്തെ അടിച്ചമർത്താൻ മോദി സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾ, അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ പ്രവർത്തകർ പ്രതിഷേധവുമായി ദില്ലിയുടെ തെരുവോരങ്ങളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര പേരെ അറസ്റ്റ് ചെയ്താലും കൂടുതൽ പേർ അറസ്റ്റ് വരിക്കാൻ തയ്യാറായി അവിടേക്ക് എത്തിച്ചേരുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി പ്രവർത്തകർ ഇപ്പോൾ തിരുവനന്തപുരത്ത് രാജ്ഭവന് മുന്നിൽ ആം ആദ്മി പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യ തലസ്ഥാനത്തും രാജ്യമെമ്പാടും വലിയ തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ രൂപമെടുത്തിരിക്കുകയാണ്. കൂടുതൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നു. കൂടുതൽ പ്രവർത്തകർ പ്രതിഷേധവുമായി അങ്ങോട്ടേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്.